ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം കേട്ട പാടന്നെ എനിക്ക് നല്ലതാണെന്ന് മനസ്സിലായി. എനിക്ക് ഒരുപാട് പൈസ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചാടിക്കേറി പിറ്റേ ദിവസം തന്നെ ഐഡിയ അടിച്ച് വന്ന ഒരാളൊന്നും അല്ല ഞാന്. നിങ്ങളെ പോലെയൊക്കെ തന്നെ നാലാളോട് അന്വേഷിച്ച് അവരൊക്കെ നെഗറ്റീവ് പറഞ്ഞ് മാറ്റിവെച്ച് വീണ്ടും എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഫോളോ അപ്പ് ചെയ്ത് അതിൽ വീണ്ടും ഞാൻ കുറെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് വീണ്ടും അവരെന്നെ ഒരു 5-6 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിച്ച് അങ്ങനെ വിളിക്കലുകളും പറയലും ഒരുപാട് കഴിഞ്ഞ് സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം തീർന്നോ എന്ന് ചോദിച്ചാൽ മുഴുവനായിട്ട് തീർന്നിട്ടില്ല. എന്നാൽ എല്ലാം മനസ്സിലായിട്ടാണോ ഫിജിക്കാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. ആകെ ഇവര് കുറെ പ്രാവശ്യം വിളിച്ചതാണല്ലോ, എന്തൊക്കെയോ ഇവർക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കും അതൊക്കെ കിട്ടും. കാരണം ഞാനും അവരൊക്കെ ഏകദേശം ഒരു റേഞ്ചിലുള്ള ആളുകളാണല്ലോ എന്നുള്ള ഒരു ധാരണ, ഒരു വിശ്വാസം. പിന്നെ മുങ്ങി ചാവാൻ ചാവുന്നവന്റെ മുന്നിൽ പോയിട്ട് എന്ത് കയറ് കൊടുത്താലും അതിന്റെ ISI മുദ്ര ഒന്നും നമ്മൾ നോക്കൂല. എങ്ങനെയെങ്കിലും അതൊന്ന് കേറിപ്പറ്റി ജീവിക്കണം എന്ന് മാത്രമായിരിക്കും നമ്മൾ തോന്നുക. അങ്ങനെ കിട്ടിയ ഒരു അവസരത്തിന്റെ പേരായിരുന്നു എനിക്ക് ഫിജിക്കാട്ട് എന്ന് പറയുന്നത്. കാരണം ഫിജിക്കാട്ടിന് മുന്നേ ഒരുപാട് അവസരങ്ങൾ അന്വേഷിച്ചിരുന്നു, പലതിലും പോയിട്ട് തലയിട്ടു, ഒന്നും കിട്ടാതെ നിരാശയായി മടങ്ങിയ സമയത്ത് അവസാനം എന്തായാലും തോറ്റ് അടപടലം പൂട്ടിക്കെട്ടി. എന്നാ പിന്നെ അവസാനത്തെ കയ്യിൽ ഇതും കൂടി ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള ലെവലിലാണ് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് കൺസെപ്റ്റില് കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ള ലെവലില് ഫിജിക്കാട്ട് ഏറ്റെടുത്തത്. എന്റെ ഭാഗ്യം കൊണ്ടാണോ ഫിജിക്കാട്ടിന്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് ഒത്തു എന്നുള്ളതാണ്. അങ്ങനെ വെറും ഒരു ഭാഗ്യത്തിന്റെ പുറത്താണ് ഇന്ന് കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ ഞാൻ എത്തി നിൽക്കുന്നു എന്ന് ഇവിടെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. നല്ലോണം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊസിഷനാണ് ഇന്ന് ഈ കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ. കോവിഡ് വന്നതുകൊണ്ട് കുറെ ആളുകൾക്ക് പണിയും തൊരും ഇല്ലാത്തത് കൊണ്ട് എന്തിനെങ്കിലും വന്ന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പൈസ മുടക്കി കുറച്ച് ആളുകൾ വന്നതുകൊണ്ട് റാങ്ക് അപ്ഡേറ്റ് ചെയ്ത് പോയതല്ല. കോവിഡ് അല്ല, ഇനി അതിന്റെ അപ്പുറത്തെ എന്ത് മഹാമാരി വന്നാലും കയ്യിലെടുക്കാൻ പൈസ ഉണ്ടെങ്കിലും ഏതൊരുത്തനാണെന്നുണ്ടെങ്കിലും അവന് ഇത് വേണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ പൈസ ചെലവാക്കൂ എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും ബേസിക് ആയിട്ടുള്ള സൈക്കോളജി. അല്ലെ, എൻ്റെ കയ്യിൽ കുറെ പൈസയുണ്ട്, എൻ്റെ ഫ്രണ്ട് വന്ന് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ അവനിക്കൊരു സഹായമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരാളും പൈസ മുടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വേറെ എന്ത് മുടക്കിയാലും എന്ത് കൊടുക്കില്ല, പൈസ മുടക്കിയിട്ട് ചെയ്യും എന്ന് എനിക്ക് അങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവായിരിക്കാം. ചിലപ്പോൾ 1% മാത്രമേ ആളുകൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. ബാക്കി 99%വും അങ്ങനെ പൈസ വെറുതെ കൊടുത്തിട്ട് ഒരാളെ സഹായിക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾ വളരെ ചുരുക്കാണ്. അപ്പൊ അങ്ങനെ വന്നതല്ല, നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാക്കിട്ടലച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു റാങ്കാണ് സോണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും ഇതുപോലെയുള്ള റാങ്കുകളിലും വരുമാനങ്ങളിലും ഒക്കെ എത്താൻ സാധിക്കും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പുതുതായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, പല റാങ്കിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. ചിലവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നാം. പക്ഷെ നമ്മൾ പറയില്ലേ, ഇവിടുന്ന് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അല്ലേ? ഒരു വഴിയേ ഉള്ളൂ. അത് നമ്മൾ പോവാനാണെങ്കിലും തിരിച്ചു വരാനാണെങ്കിലും ആ വഴിയെ തന്നെ എന്ത് ചെയ്യണം, വരണം, അല്ലേ? ഇവിടുന്ന് കോയമ്പത്തൂർക്ക് പോകാനാണെങ്കിലും ഒരു വഴിയേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഹൈവേ ഉള്ളൂ. പല വഴികളുണ്ടെങ്കിലും ഇന്നൊരു റൂട്ട് ഉണ്ടാവുമല്ലോ. ആ ഒരു നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന ഒരു സ്ഥലത്തിന് ഒരു എത്താനാവാത്ത സമയത്ത് നമുക്കൊരു റൂട്ട് ഉണ്ടാവുമല്ലോ. ആ വഴിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്താൻ സാധിക്കുള്ളൂ, അല്ലേ? അപ്പൊ ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിലും ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു വഴി. ഫിജിക്കാട്ടില് NSTM എന്ന റാങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വരുമാനങ്ങളൊക്കെ നമ്മുടെ കമ്പനിയിൽ മുന്നേ വാങ്ങിയിട്ടുള്ള ആളുകളെ പോലെ നമുക്കും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയാണ് നമ്മൾ ഇവിടെ പഠിച്ചെടുക്കേണ്ടത്. അപ്പൊ ആ വഴിന്റെ അകത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, അല്ലെ? നമ്മള് തുടക്കക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയാം. ഇവിടെ ഇപ്പൊ അശ്വതി മേഡം പറഞ്ഞ പോലെ ഫിജിക്കാട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം ഒരു പക്ഷേ ഏറ്റെടുത്തതിന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു റീസൺ ഉണ്ടാവും. പൈസ മാത്രമായിരിക്കില്ല ചിലപ്പോൾ റീസൺ, ചിലപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില ആളുകൾക്ക് അവനവന്റെ കഴിവ് തെളിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം.
വാശിപ്പുറത്ത് വന്ന ആളുകളുണ്ട്, റിട്ടയർ ആയതുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇരിക്കണ്ടേ എന്ന് പറഞ്ഞ് ഈ ഒരു ബിസിനസ്സിൽ കയറിയ ആളുകളുണ്ട്, ഒരു എന്റർടൈൻമെന്റിന് കയറിയ ആളുകളുണ്ട്. ഇപ്പോ എന്താണ്, ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഫിജി കാർട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല സ്ട്രെസ് ആയിട്ടുള്ള ഒരു ജോലിയാണ്, അപ്പൊ അതിൽ നിന്ന് മൈൻഡ് മാറാൻ വേണ്ടിയിട്ട് ഫിജി കാർട്ടിന്റെ അകത്ത് വന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ പല ആളുകൾക്ക് ഫിജി കാർട്ട് ഏറ്റെടുക്കാൻ, അല്ലെ, നമ്മൾ സൈക്കിളുടെ അഗർബത്തിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഫിജി കാർട്ടിന്റെ അകത്തേക്ക് വരാൻ ഇവിടെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. എന്ത് തന്നെ ആയാലും ഇതിന്റെ അകത്തേക്ക് എത്തിയില്ലേ, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവുള്ളൂ, അല്ലെ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 400 പേര്, 401 ആള്, ഞാൻ അടക്കമുള്ള ആളുകൾക്ക്, നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ എനിക്കൊരു കാറ് വേണം, എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ ഒരു കല്യാണമായിരിക്കും, അല്ലെങ്കിൽ അനിയത്തിയുടെ കല്യാണമായിരിക്കും, കടങ്ങൾ തീർക്കലായിരിക്കും, മക്കളുടെ വിദ്യാഭ്യാസം ആയിരിക്കും. പേഴ്സണൽ ആയിട്ട് നമുക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ടീമിന്റെ ലക്ഷ്യം ഉണ്ടാവും, അല്ലെ? എന്റെ ടീമിൽ ഇത്ര ആളുകളെ എനിക്ക് അച്ചീവർ ആക്കി മാറ്റണം, അല്ലെങ്കിൽ എന്റെ ടീമിൽ ഞാനായിരിക്കണം ആദ്യത്തെ അച്ചീവർ. അങ്ങനെ ഒരു ടീമിന്റെ ലക്ഷ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെ? ഓരോ സ്ഥാപനം, ഇപ്പൊ ഫിജി കാർട്ട് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. 2030 ആവുമ്പോഴേക്കും ഇന്ന പ്രൊഡക്റ്റുകളായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര ലെവലിലുള്ള അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം, ഇതിൽ നിന്ന് ഇത്ര ആളുകൾക്ക് പേ ഔട്ട് കൊടുത്തിരിക്കണം, ഇത്ര കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിരിക്കണം. ഇങ്ങനെ ഓരോ കമ്പനികൾക്കും വ്യക്തികൾക്കും ഓരോ ടീമിനും എന്തുണ്ടാവും, ലക്ഷ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ലക്ഷ്യം ഉണ്ടാവും, അത് നിങ്ങൾക്കറിയാം, അല്ലെ? നമ്മൾ ലൈഫില് ഫിജി കാർഡ് എന്നല്ല, ഏതൊരു ഇതെടുത്താലും എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ഉണ്ടാക്കി എനിക്ക് ഇന്ന പോലെ ജീവിക്കണം എന്ന് നമുക്കൊരു ലക്ഷ്യം പോട്ടെ, ആഗ്രഹമെങ്കിലും ഉണ്ടാവും, അല്ലെ? നിങ്ങൾ നിങ്ങളുടെ ടീമിനെ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇവിടെ ഞാൻ നൗഷാദ് സാറെ കാണുന്നുണ്ട്. അപ്പൊ നൗഷാദ് സാറിന്റെ ടീമിന്റെ ഒരു ആഗ്രഹം ഉണ്ടാവും, ടീം റോയൽസ് എന്നുണ്ട്. ടീം റോയൽസിൽ ഇത്ര ആളുകളെ അച്ചീവർ ആക്കി മാറ്റണം എന്നൊരു ആഗ്രഹം ആ ടീം റോയലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കുണ്ടാവും. അതായത് ആ റോയലിന്റെ മുതലാളിക്ക് ഉണ്ടാവും, അല്ലെ? ഇവിടെ ഇരിക്കുന്ന ബിലീവേഴ്സ് എന്ന് പറയുന്ന ടീം, ആ ടീമിലെ എന്താണ്, ലീഡർക്ക് ഉണ്ടാവും, ആ ടീം ക്രിയേറ്റ് ചെയ്ത ലീഡർക്ക് ഉണ്ടാവും, എൻ്റെ ടീം ഇത്ര ആളുകളെ, അല്ലെങ്കിൽ എൻ്റെ ടീമിൽ ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ല നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളുകൾ, ഞാൻ പറയാതെ തന്നെ കുറെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ടീം ഏത് ലെവലായിരിക്കും, ഫിജി കാർട്ടിൽ ഇത്രയും സെയിൽ വെക്കുന്ന ഒരു ടീമായിട്ട് മാറ്റണം, അല്ലെങ്കിൽ ഫിജി കാർട്ടിൽ ഒരു അറിയപ്പെടുന്ന ഒരു പേരുള്ള ഒരു ടീമായിട്ട് മാറണം. ഇപ്പോൾ ടീം ഒളിമ്പ്യൻ പറഞ്ഞ പോലെ, ടീം ലേ മെറീഡിയൻ എന്ന് പറയുന്ന പോലെ, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് എൻ്റെ പേരും എൻ്റെ ടീമും അല്ലെങ്കിൽ എൻ്റെ ആളുകളെയും അറിയുന്ന പോലെ ഒരു ആക്കി മാറ്റണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്കും കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഇത് എല്ലാം ഒരേ സമയം വർക്കൗട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിജി കാർട്ട് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളും നടക്കണം, ടീമിന്റെ ലക്ഷ്യങ്ങളും നടക്കണം, കമ്പനിയുടെ ലക്ഷ്യങ്ങളും എന്ത് ചെയ്യണം, നടക്കണം. അതായത് ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു ഇടുങ്ങിയ ചിന്താഗതികൾക്കോ അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കോ പറ്റുന്ന പരിപാടിയല്ല എന്നുള്ളത് ചുരുക്കം. അത് ഇതുകൊണ്ട് വ്യക്തമായിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു, അല്ലെ? ഇപ്പൊ ഞാനൊരു ടീമിൽ നിൽക്കുകയാണെങ്കിൽ ആ ടീമിലെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും, ഞാനൊരു ടീമിനെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ടീമിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയും അവർക്ക് കൊടുക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ കമ്പനിയുടെ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്ത് വരുന്ന ഒരു വലിയൊരു കൺസെപ്റ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിജി കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്. അപ്പൊ നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, പുതുതായി വന്ന ആളുകൾക്ക് പറയാണ്, നമ്മൾ ഈ ഒരു ബിസിനസിന്റെ അകത്തേക്ക് വന്നത് ചെറിയ കളി കളിക്കാനല്ല, വലിയ കളികൾ കളിക്കാനാണ്, അല്ലെ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന പുതിയ ആളുകൾ ഉണ്ടാവും, പടച്ചോനെ പെട്ടോ, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ വന്നത്, ഒരു 2000 രൂപയോ ഒരു 5000 രൂപയോ ഒരു 10000 രൂപയോ അല്ലെങ്കിൽ ഒരു 20000 രൂപയോ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് വന്നതാണ്. ഇതിപ്പോ ഒരുപാട് പണിയെടുത്ത് മരിക്കേണ്ടി വരുമോ, ഞാൻ ഓൾറെഡി ഒരു പണിയെടുത്ത് മരിച്ച ആളാണെന്നൊക്കെ ഇവിടെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെ? അപ്പോ അവരോടായിട്ട് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ സമയമില്ലാത്ത ആളുകളാണെങ്കിൽ, പണിയെടുക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളാണെങ്കിൽ, ടൂർ പോവാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ,
വെറുതെ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ, കറങ്ങി നടക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ, ഒരുപാട് കാലം കഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ, ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ പേര് തന്നെയാണ് ഫിജിക്ക.com എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ള ആളുകളോടാണ്, തുടക്കക്കാരെന്നല്ല, ഏത് റാങ്കിൽ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അങ്ങോട്ട് പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവിന്റെ പെരുമഴയായിരിക്കും. അത് പറയാൻ കാരണം കുറച്ച് ആദ്യ തുടക്കത്തിൽ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് തുടങ്ങിയ സമയത്ത് ഫിജിക്കാർട്ടിന്റെ സ്റ്റാറ്റസ് അങ്ങോട്ട് ഇട്ട് തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും എൻ്റെ നമ്പർ സേവ് ചെയ്തവരും അല്ലാത്തവരും ഒരേ കുശലാന്വേഷണവും ഉപദേശവുമായിരുന്നു. അതിൽ കുറച്ച് ആളുകളുടെ ഉപദേശം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടൻ നമ്മളും ഏറ്റവും വലിയ ബുദ്ധിമാൻ നമ്മളെ ഉപദേശിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ചില സന്ദർഭങ്ങളിലെ ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിച്ചത്, നമ്മൾ എന്തുകൊണ്ട് ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ല, പിന്നെ നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, ആ വ്യക്തി എങ്ങാനും നമ്മുടെ കണ്ണിന്റെ മുന്നിലും ഒരു മടാളം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ടം തുണ്ടമായിട്ട് വെട്ടിമുറുക്കുന്ന ഒരവസ്ഥ പോലും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാം. ഈ അവസ്ഥയിലൂടെയൊക്കെ പോയിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഫോണൊക്കെ വെച്ച് ഉപദേശം കേട്ട് കട്ടിലിന്റെ മേലെ കവുന്ന് കിടന്ന് ആരും അറിയാണ്ട് കുറച്ചു നേരം കരഞ്ഞ വ്യക്തികളും ഇതിൻ്റെ അകത്തുണ്ടാവാം. അങ്ങനെ കരഞ്ഞ വ്യക്തിയിൽ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് വന്നിട്ടുള്ള ഒരു ഉപദേശത്തിന്റെ, അതായത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് എന്നെ പറഞ്ഞു തിരുത്തി എന്നെ നേർവഴിക്ക് നയിക്കാൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ ഉപദേശം കേട്ട് എന്റെ പൈസ പോയേ എന്നും പറഞ്ഞ് കരഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പൈസ പോയേ എന്ന് പറയാൻ കരയാനുള്ളൊരു സിറ്റുവേഷൻ വെച്ചാല് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ കരച്ചിൽ. കാരണം ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ടായാൽ ആജീവനാന്ത കാലത്തേക്കുള്ള ഡെപ്പോസിറ്റ് ആയി. എന്റെ 24,000 പോയേ, എന്റെ കൊണ്ടുപോയി കളഞ്ഞേ എന്നുള്ള ലെവലായിരിക്കും പിന്നീട് കേൾക്കുക. ഈ ഒരൊറ്റ പേടിയാണ് ഒരു 5-6 മാസം കൊണ്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിലെ എന്നെ കമ്പനിയുടെ DSM എന്ന റാങ്കിലേക്ക് എത്തിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക്, നിങ്ങൾ എല്ലാവർക്കും വരുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. വീടും കാറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ല. ഞാൻ എന്തെങ്കിലും ഒരു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പേടി എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും പോയി ചെയ്ത് അത് തെറ്റി അല്ലെങ്കിൽ അതിനെ ഇതാക്കി എന്നെ ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയും എന്നുള്ളൊരു പേടി. അപ്പൊ തുടക്കത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെ കിട്ടാൻ പോകുന്ന ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ട്, അല്ലെ? എന്തൊക്കെയാണ്? ബോബി സാറ് കള്ളനാണ്, ബോബി സാറ് നാട്ടുകാരന്റെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. റീസെന്റ് പുതിയൊരു നെഗറ്റീവ് ഞാൻ കേട്ടു. ഞാൻ ഇന്നേ വരെ കേൾക്കാത്തൊരു വെറൈറ്റി നെഗറ്റീവ് ആയിരുന്നു. അതായത് ഇത് ബോബി സാറിൻ്റെതല്ല, ബോബി സാർക്ക് ഇങ്ങനെ ഒരു ബിസിനസ് നടക്കുന്നത് അറിയില്ല, ബോബി സാർ ഇതൊരു ഫ്രാഞ്ചൈസി. കാരണം ഈ ഒരു ബിസിനസ് പൊട്ടാൻ നിൽക്കുകയായിരുന്നു. ആ പൊട്ടാൻ നിൽക്കുന്ന സമയത്ത് ബോബി സാർ ഇങ്ങനെ ഇങ്ങനെ മലയൊക്കെ വീഴാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ താങ്ങൂലേ, അങ്ങനെ പോയിട്ട് ഇങ്ങനെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ താങ്ങി അങ്ങോട്ട് ഫ്രാഞ്ചൈസ് എടുത്ത് കൊണ്ടുവന്ന ഒരു ബിസിനസ്സാണ് ഫിജിക്കാർട്ട്. ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാവുന്ന ഒരുത്തൻ ഇവിടെ അടുത്തുണ്ട്. റീസെന്റ് ഞാൻ കണ്ടിട്ടാണ്, അത് കണ്ടു കിട്ടാൻ വേണ്ടി ഞാൻ കത്തിക്കേട് ആ ചെങ്ങായിന്റെ അടുത്ത് ഇതിന്റെ തുടക്കത്തിലെ കഥയൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അമ്മാതിരി നെഗറ്റീവ് ആയിരുന്നു പറഞ്ഞത്. അപ്പോ ആ ബോബി സാർ, എനിക്ക് തോന്നുന്നു ബോബി സാർ ഈ ബിസിനസിന്റെ ഐഡിയ മൈൻഡിൽ ചിന്തിക്കുമ്പോൾ ഇവനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് അറിയണ്ടായിരുന്നത്. കാരണം ഇതൊരു ഫ്രാഞ്ചൈസി ആയിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. പിന്നീട് ബോബി സാർ ഇതിൽ പെട്ടതാണ്, ബോബി സാറെ ഇതിൽ പെടുത്തിയതാണ്. അവസാനം നിവൃത്തിയില്ലാണ്ട് ബോബി സാർ ഫിജിക്കാർട്ട് ഏറ്റെടുത്തതാണ്. അങ്ങനെ വരെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഫിജിക്കാർട്ടിനകത്തുണ്ട്. അതും ഇത്രയും സോഷ്യൽ മീഡിയയില്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില്, യൂട്യൂബില്, ഇനി ബോബി സാർക്ക് ഇല്ലാത്ത 2-3 ചാനലുകള്. ഈ ചാനലുകളിലൊക്കെ ഫിജിക്കാർട്ടിൽ വന്ന വഴിയും ഫിജിക്കാർട്ടിന്റെ പ്രൊമോഷൻസും ബോബി സാർ എന്റെ ആണെന്നും സാം സാറിന്റെയും, അതായത് ബോബി സാറിന്റെ മരുമോന്റെ പേരാണ് സാം, ഈ സാം സാറിന്റെയും എല്ലാവരുടെയും കഥകൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ആടിപ്പാടി നടക്കുമ്പോഴാണ് ഇതൊന്നും അറിയാതെ, അല്ലെങ്കിൽ ഇവിടെ ബോബി സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയാതെ കുറെ ആളുകൾ ഇങ്ങനെ കുറെ നെഗറ്റീവ് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? പിന്നെ കുറെ ആളുകൾ പറയുന്നത് ഇതൊക്കെ പണ്ട് വന്നതാണ്, ഇപ്പോ ഇത് പുതിയ കുപ്പിയിലാക്കിയതാണ്, ഇതൊക്കെ ഒരു 10-20 കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഒരു 60 കൊല്ലം മുന്നേ
വന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞ മഹാന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. ഇനി അത് എന്നോട് മാത്രല്ല, ഈ ബിസിനസ്സിൽ ആ തുടക്കത്തിൽ വന്നിട്ട് ഇന്ന് 1 കോടിയും 2 കോടിയുടെ വില്ല ഫണ്ട് വാങ്ങിയിട്ട് ഏകദേശം 4-5 കോടി രൂപ വാങ്ങിയ ആളുകളോട് പോലും ഒരു 5-6 കൊല്ലം മുന്നേ ഇതേ ഡയലോഗാണ് അടിച്ചത്. ഇന്നലെ ജോയിൻ ചെയ്ത ആളോടും ഇതേ ഡയലോഗാണ് അടിച്ചത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ആരൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഏറ്റുപിടിച്ചിട്ട് കുറെ പൊട്ടന്മാരും ഉണ്ട്. അത് കേട്ടോണ്ട് കരയാന് വേറെ കുറെ പൊട്ടന്മാരും ഉണ്ട്. ല്ലേ? അയ്യോ ഞാൻ പെട്ടേ, എന്നെ അവള് പെടുത്തിയേ, അല്ലെങ്കിൽ ഇവരങ്ങനെ പറഞ്ഞേ അവരിങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞ് ല്ലേ സങ്കടപ്പെടുന്ന വേറെ കുറെ ആളുകളും ഉണ്ട് ല്ലേ? ആ ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. ഞാൻ അവരോട് ഇത് പറഞ്ഞു. അവൾ എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ആളായിരുന്നു. ഫിജിക്കാട്ട് പറഞ്ഞു കൊടുക്കണേ. അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പിന്നെ അവള് ഞാൻ വിളിച്ചാ ഫോൺ എടുക്കില്ല ല്ലേ? എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു പർട്ടിക്കുലർ റാങ്ക് കിട്ടിയപ്പോ പറഞ്ഞു, ജസീറ നമുക്ക് ഫിജിക്കാട്ട് വേണ്ട. അപ്പൊ എന്തേ? റിലേഷൻഷിപ്പ് മുറിയുന്ന ഒരു ബിസിനസ്സാണ് ഫിജിക്കാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഫിജിക്കാട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധങ്ങൾ മുറിയും. ഞാൻ പറഞ്ഞു എങ്ങനെയാ? ഫ്രണ്ട്സ് നമ്മളെ വേണ്ടാതെ നിൽക്കും, കസിൻസ് നമ്മുടെ ഫോൺ എടുക്കൂല, നമ്മളെ കണ്ടാ മിണ്ടാതെ നടക്കുന്ന നാട്ടുകാര്, നമ്മുടെ വീട്ടിന്റെ ഉമ്മറത്ത് കൂടെ ഒരാള് വരൂല, നമ്മൾ ഫിജിക്കാട് പറയാൻ വായ തുറന്നു കഴിഞ്ഞാല് അവര് പിന്നെ ചെവിട് പൊട്ടന്മാരെ പോലെ ആവും ബാക്കിയുള്ള ആളുകൾ. വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, ഹസ്ബൻഡും വൈഫും തമ്മിൽ അടി ഉണ്ടാവും, അതുപോലെ അമ്മായിയമ്മമാരും മരുമകളും തമ്മിൽ അടി ഉണ്ടാവും, നാത്തൂന്മാര് തമ്മിൽ അടി ഉണ്ടാവും. അങ്ങനെ ഒരു അടി ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സും നമ്മളെ പുറത്താക്കുന്ന ഒരു ബിസിനസ്സും റിലേഷൻഷിപ്പ് ഒക്കെ മുറിയുന്ന ഒരു ബിസിനസ്സാണ് ഫിജിക്കാട്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അപ്പൊ ഞാൻ ചെറിയൊരു ഡൗട്ട് ചോദിച്ചുള്ളൂ അവളോട്. ഈ റിലേഷൻഷിപ്പ് മുറിയണമെന്നുണ്ടെങ്കിൽ രണ്ടാൾ വിചാരിക്കണമല്ലോ, ഒന്ന് ഞാനും ഒന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും അല്ലേ? ഞാൻ വിചാരിക്കുന്നില്ല. അവൾ എന്നോട് മിണ്ടണ്ട, കുഴപ്പമില്ല, ഞാൻ മിണ്ടിയ പോരെ. അവരെന്നോട് അടി ഉണ്ടാക്കിക്കോട്ടെ, ഞാൻ അടി ഉണ്ടാക്കാണ്ടിരുന്നാ പോരെ അല്ലേ? അപ്പൊ നമ്മളത് ചെയ്യാതിരുന്നാലും റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ അല്ലേ? അപ്പൊ ഈ 10-20 കൊല്ലമായിട്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് എല്ലാത്തിനും നിൽക്കുന്ന ഒരു വ്യക്തി ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ് അവസരത്തില് ഒരു ചെറിയൊരു എമൗണ്ട് മുടക്കി ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിൽ വരാൻ, റിസ്ക് എടുക്കാൻ പോലും, നമ്മളെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് പോലും ഒരു 6000-ഓ 10,000-ഓ 20,000-ഓ ഇറക്കാൻ ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഒരു സുഹൃത്താണെങ്കിൽ പിന്നെ നിങ്ങൾ അതിന് എന്തിനാണ് ആ സുഹൃത്ത് എന്ന് പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല അല്ലേ? നമ്മളെ അത്ര പോലും വിശ്വാസമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അല്ലേ, അത് സുഹൃത്താവണമെന്നൊന്നുമില്ല, സഹോദരങ്ങളും ആവാം. ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത് അല്ലേ? പൈസയുടെ കണക്ക് വരുന്ന സമയത്ത് മാറി നിൽക്കുന്ന ബന്ധങ്ങളെ നമുക്കിവിടെ സുന്ദരമായിട്ട് കാണാം. എന്നാൽ ഫിജിക്കാടിന്റെ അകത്ത് വന്നിട്ട് പൈസ ഇല്ലെങ്കിലും ചങ്ക് പറിച്ച് നിൽക്കുന്ന അടിപൊളി പാർട്ട്ണർമാരെയും ഞാൻ ഇതേ ബിസിനസിന്റെ അകത്ത് കണ്ടിട്ടുണ്ട്. അവിടെ ബ്ലഡ് റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൈസ കൊടുത്തുണ്ടാക്കിയ ബന്ധങ്ങളല്ല, അതിനപ്പുറത്തേക്ക് ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളാണ്. ചിലപ്പോ ഒരു സഹോദര തുല്യമോ ഒരു സഹോദരി തുല്യോ അല്ലെ അമ്മയെ പോലെയോ അച്ഛനെ പോലെയോ ഒക്കെ നമുക്ക് പറയില്ലേ, പൈസ കൊടുത്താൽ കിട്ടാത്ത ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളും ഇതിന്റെ അകത്തുണ്ട്. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഡെസ്പ് അടിച്ച് നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈന്റെ കോൾ വരുന്നുണ്ടോ? നിങ്ങളൊന്ന് വിഷമിച്ചു അല്ലെങ്കിൽ നിങ്ങളൊന്ന് നെഗറ്റീവായി എന്ന് തോന്നുമ്പോഴേക്കും നിങ്ങളുടെ അപ്ലൈന്റെ കോൾ വരുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ത് തിരക്കിനിടയിലും നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെ വിളിച്ച് സങ്കടം പറയുമ്പോൾ അത് കേൾക്കാൻ അവിടെ ഒരാളുണ്ടോ? നിങ്ങളുടെ കുഞ്ഞു കഴിവുകൾ പോലും ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലേ? എല്ലാ ദിവസവും ചോറും കറിയും വെച്ചു, ഒരു ദിവസം ഒന്ന് ഉപ്പ് കൂടി ചീത്തയായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് മധുരം കൂടി ചീത്തയായിരിക്കും അല്ലെ? എല്ലാ ദിവസവും നിങ്ങൾ വർക്ക് ചെയ്തു, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, ഒന്ന് ഫോളോ അപ്പ് എടുക്കാൻ മറന്നുപോയി, നിങ്ങൾ ആട്ടി കണ്ണു പൊട്ടിക്കുന്ന അപ്ലൈനോ ഡൗൺലൈനോ ഉണ്ടോ? ഇല്ല. സാരല്ല മാഡം, അതെന്താ അങ്ങനെ വിട്ടേ, നമുക്ക് നാളെ ഒന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. ചെയ്യാൻ പറ്റിയില്ലേ? കുഴപ്പമില്ല മാഡം, ഞാൻ എന്ത് ചെയ്യാ, കൂടെ വരയ്ക്കുക, അല്ലെങ്കിൽ എന്നെയും കൂടി ഒന്ന് എന്ത് ചെയ്യൂ, ഒരു കോൺഫറൻസ് കോൾ ഇടൂ, അല്ലെങ്കിൽ ഞാനും കൂടി വരാം, ഒന്ന് ഫോളോ അപ്പ് എടുക്കാൻ, അല്ലെങ്കിൽ പ്രസന്റേഷൻ എടുക്കാൻ അല്ലേ? അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന അപ്ലൈനെയും ലീഡേഴ്സിനെയും കാണാം അല്ലെ, ഡൗൺലൈൻസിനെയും കാണാം. ഇതിന്റെ അപ്പുറത്തേക്ക് അല്ലെ, വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ
അപ്പൊ വിളിക്കും. ഒരു പായസം ഉണ്ടായാൽ കൊണ്ടുവന്ന് എത്തിക്കും. അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പ്രസാദം എത്തിക്കും. അല്ലെങ്കിൽ എന്തൊരു സാധനം ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്സ് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഫിജികാർട്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതെന്താ വെച്ചാൽ നാട്ടില് മാത്രമല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമല്ല നമുക്ക് ഈ ബന്ധങ്ങൾ ഉണ്ടാവുക. നിങ്ങൾക്ക് എവിടെയൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ടാവോ, നിങ്ങളൊരു മലപ്പുറത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി കോഴിക്കോട് ആയിക്കോട്ടെ, വയനാട് ആയിക്കോട്ടെ, കേരളത്തിന്റെ അകത്ത് ഏത് ജില്ലയില് നിങ്ങൾക്ക് പാർട്ട്ണർമാരുണ്ടോ, നിങ്ങൾക്ക് ടീം ഉണ്ടോ, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്നേഹം എന്ത് ചെയ്യും, കിട്ടും. നിങ്ങൾ ഏത് ജില്ലയിൽ വേണമെങ്കിലും പോയിക്കോ. അത് ഫിജിക്കാർട്ടില് നിങ്ങളുടെ ടീം ആവണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ടീമിലുള്ള ആളുകൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റുള്ള ടീമിലുള്ള ആളുകൾ പോലും നമ്മളെ വളരെ മാന്യമായിട്ട് കെയർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ബഹുമാനവും റെസ്പെക്റ്റും റിലേഷൻഷിപ്പും ഒക്കെ എവിടെ നിന്ന് കിട്ടും? ഫിജികാർട്ടിൽ നിന്ന് കിട്ടും അല്ലെ? നമുക്ക് എവിടെ നിന്നും വിലയുണ്ടാവില്ല. പക്ഷെ നിങ്ങളൊന്ന് BOP സെന്ററിൽ വന്ന് നോക്കി നോക്കൂ. കൗസല്യ മാഡം എന്നായിരിക്കും അവിടെ പറയാ. ഇല്യാസ് സാറേ എന്നായിരിക്കും അവിടെ വിളിക്കുക. ഞാൻ ആദ്യം ഇത് പറയുന്ന സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ചിരിക്കും. ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോഴേ നമ്മള് സാർ മാഡം എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ നിന്നൊക്കെ കളിയാക്കി ചിരിക്കും. എന്റെ ഹസ്ബൻഡ് ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേറെ പണിയുള്ള അല്ല എല്ലാ ആളുകളെയും സാറും മാഡം എന്നൊക്കെ വെച്ചത്. അവരെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു പാർട്ട്ണർ ആയിരിക്കും, ചിലപ്പോ കൂലിപ്പണിക്കായിരിക്കും പറയാ. അപ്പൊ ഞാൻ ഇവിടെ പോകുന്ന സമയത്ത് അവരുടെ പേര് ചേർത്തി സാറെന്ന് വിളിക്കുന്ന സമയത്ത് അപ്പൊ ഒരു പറയും, ഓ പിന്നെ ഇവര് ഈ ബസ് എന്നൊക്കെ നീ ഇങ്ങനെ വിളിക്കല്ലേ എന്നൊക്കെ പറയും, കളിയാക്കും. നിനക്ക് പ്രാന്താണ്, വട്ടാണ്. ഇതൊക്കെ കേട്ട ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുണ്ട്. നാളെ ഇതേ കൂലിപ്പണിക്കാരന് 5 കോടി വാങ്ങി സ്റ്റേജിൽ നിൽക്കുന്നേ. ചിലപ്പോ ഇന്ന് അവര് പാത്രം കഴുകിയിട്ട് ആവാനായിരിക്കും പോയിട്ടുണ്ടാവുക, നാളത്തെ സ്വപ്ന മേഡം ആയിരിക്കും. ഇന്ന് ചിലപ്പോ കൃഷിപ്പണിക്കായിരിക്കും പോകുന്നുണ്ടാവുക, നാളത്തെ സബിത മേഡം ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മുന്നേ പോയിട്ടുള്ള റിജിൽ ഭരതനോ രഞ്ജിലാലോ ഒക്കെ ആയിരിക്കാം അല്ലെ. നമ്മൾ നാളെ ഒരു ബസ്സിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിലോ നിൽക്കുന്ന സമയത്ത് ജസീറ മേഡം അല്ലേ എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ നമ്മളൊരു ക്യൂവിലോ മറ്റെവിടെയെങ്കിലും ആണ്, അല്ലെങ്കിൽ നമ്മളെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ജസീറ മേഡം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു 2 ആള് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവന്റെ അപ്രോച്ച് മാറും. ഓപ്പോസിറ്റ് ഇരിക്കുന്നവന്റെ അപ്രോച്ച് മാറിയിട്ടുണ്ടാവും. പിന്നെ അവര് നമ്മളോട് മേഡം എന്നായിരിക്കും എന്ത് ചെയ്യുക, അടുത്ത വിളി. എത്രയോ സന്ദർഭങ്ങളിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലെ. ചിലപ്പോ എൻ്റെ ഒരു കുറച്ച് സ്റ്റുഡൻസ് ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ച പിള്ളേരാ, എനിക്ക് എടാ ചെക്കാന്നൊക്കെ വിളിക്കാം, പക്ഷെ നമ്മൾ വിളിച്ചത് സാറേ എന്ന് ചേർത്തിട്ടാണ്. അപ്പൊ അവന്റെ കൂടെയുള്ളവർ ചിരിക്കുക, സാറോ. ഒരു 4 വട്ടം ചിരിക്കാതെ, അതെ ഞങ്ങളുടെ കമ്പനിയില് സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇന്നാള്, നമ്മൾ സാറെന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ചിരി പതുക്കെ മാഞ്ഞു. കാരണം അവര് ഒരു സ്ഥാപനത്തിൽ പോകുമ്പോ അവിടെ സാറേ എന്നല്ല വിളിക്കുക, എടാ മോനെ വാടാ എന്നൊക്കെയാണ് എന്ത് ചെയ്യുക, വിളിക്കുക. ചീത്തയായിരിക്കും എന്ത് ചെയ്യുക, പറയുക അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് വലിയ റെസ്പെക്റ്റ് ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ റിലേഷൻഷിപ്സ് ബ്രേക്ക് ആവാനല്ല, റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനും ഈ പറയുന്ന പോലെ നമ്മുടെ എന്താ പറയാ റെസ്പെക്റ്റ് കൂട്ടാനാണ് നമ്മൾ പഠിക്കുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് പഠിക്കുന്നത്. ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാനൊക്കെയാണ് ഫിജികാർട്ട് പഠിപ്പിക്കുന്നത്. പക്ഷെ പുറത്തേക്ക് പറയുന്ന സമയത്ത് ഇങ്ങനെയല്ല അല്ലെ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇത്രയും റാങ്കുകളിലേക്ക് എത്തിയത്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾ പറയും, എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം രാവിലെ 7 AM കയറാൻ പറ്റുന്നില്ല, അതൊരു പ്രശ്നമാണ്. കുട്ടികളും 7 AM കൂടി മാച്ച് ആവുന്നില്ല, അതൊരു പ്രശ്നമാണ്. ആളുകൾ നെഗറ്റീവ് പറയുന്നത് ഒരു പ്രശ്നമാണ്. മദർ ഇൻ ലോ അവിടെ നിന്ന് ചീത്ത പറയുന്നത് ഒരു പ്രശ്നമാണ്. ഹസ്ബൻഡ് ചീത്ത പറയുന്നത് അവിടെ നിന്ന് ഒരു പ്രശ്നമാണ്. ജോലിക്ക് രാവിലെ നേരത്തെ ഇറങ്ങാൻ പോകുന്നത് ഒരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പൊ ആദ്യം എനിക്ക് തരാനുള്ള ഒരു ഉപദേശം ഇത്രയേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഞാനും തുടക്കത്തിൽ പ്രശ്നങ്ങളായിട്ടാണ് കണ്ടത്. ഞായറാഴ്ച ഒരു ദിവസം ഗ്രൂപ്പിൽ കോളോട് കോളായിരിക്കും. മനുഷ്യൻ ബാക്കി 6 ദിവസവും പണിയെടുത്ത് ഞായറാഴ്ച ഒരു ദിവസം കിടന്നുറങ്ങാൻ നോക്കുമ്പോഴും ഫിജിക്കാർട്ടിൽ ഒരു അവധിയില്ല. അന്നും കോൾ തന്നെ, അന്നും 7 AM തന്നെ, അന്നൊരു ദിവസവും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റൂല, ഉറങ്ങാൻ വിടൂല. ഇങ്ങനെ വിചാരിച്ചൊരു സമയം എനിക്കുണ്ട് അല്ലെ. ഇന്ന് നേരെ തിരിഞ്ഞു.
ശനിയില്ല, ഞായറില്ല, തിങ്കളില്ല, എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ്. എല്ലാ ദിവസവും ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ഒരു ദിവസമാണ്. കാരണം എന്താ അറിയോ, കയ്യിലാണ് ക്യാഷ് മാഡം, ബാങ്കിൽ പോവാൻ പറ്റിയില്ല, സ്വർണം പണയാൻ വെക്കാൻ പറ്റിയില്ല, ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ചങ്ക് പൊട്ടണം, ആ ബാങ്ക് ഒന്ന് തുറന്നിരുന്നെങ്കിൽ എന്നാലോചിച്ചിട്ട്, അല്ലേ? കാരണം അപ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻട്രിയുടെ പൈസ ഇടാൻ പറ്റുള്ളൂ. CDM മെഷീൻ കണ്ടുപിടിച്ച ആളെ ഞാൻ നല്ലോണം പുകഴ്ത്തിയിട്ടുണ്ട്. കാരണം ആ ഒരു മെഷീൻ വന്നതുകൊണ്ടാണ് കുറെ എൻട്രികൾ നമുക്ക് ഏത് പാതിരാത്രിക്കും അടിക്കാൻ പറ്റിയിട്ടുള്ളത്, അല്ലെ? അപ്പോ ഒന്ന് ആലോചിക്കുക, ഇതൊരു പ്രോബ്ലം ആയിരുന്നു ആദ്യം. ഈ ഞായറാഴ്ചകളിൽ 7 AM ഉള്ളത്, ഉറക്കം തൂങ്ങി രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് ഇതിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരു സമയത്ത് ഒരു പ്രശ്നമായിരുന്നു. ഒരു സമയത്ത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അത് എപ്പോഴാ എനിക്കത് സന്തോഷമായിട്ട് മാറിയെന്നറിയോ? അത് നമ്മുടെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് മാറ്റി അത് നമ്മുടെ ആവശ്യമാണ് എന്ന് മാറുമ്പോ അത് മാറും, അല്ലെ? ഫിജിക്കാട്ടിൽ വിജയിക്കാൻ ട്രെയിനിങ് ആവശ്യമാണ്. ട്രെയിനിങ് ആവശ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളായിക്കോട്ടെ, ഇനി ടോപ്പ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ CEO ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു സെയിൽസിൽ തന്നെ 10-30 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിക്കോട്ടെ, ചിലപ്പോൾ ഒരു വീട്ടമ്മയായിട്ട് ഒരു 50 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടീച്ചറോ വക്കീലോ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായാലും ശരി, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് എന്ന് കയറുന്നു അന്ന് മുതലായിരിക്കും നമ്മൾ ഈ ഒരു കമ്പനിയുടെ അഫിലിയേറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. അപ്പൊ അതിൽ ആദ്യത്തെ എന്താണെന്നല്ലേ പറയുന്നത്, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റ വഴിയേ ഉള്ളൂ ഇതിൻ്റെ അകത്തേക്ക് വിജയിച്ചു കയറാൻ. അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ വഴിയില്ല, ഷോർട്ട് കട്ടുകളില്ല, ഒന്നുമില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ചുറ്റും പറയുന്ന നെഗറ്റീവ് പറയുന്ന ആളുകൾ, ഒബ്ജക്ഷൻസ് പറയുന്ന ആളുകൾ, ഇവരൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞ് ഫിജിക്കാർട്ട് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കാനുള്ള ഉത്തരവും നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളും നമ്മുടെ ടീമിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും റിലേഷൻഷിപ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എല്ലാ ലീഡേഴ്സും നിങ്ങളോട് ഇവിടെ പറയുന്ന ഒരു സാധനമായിരിക്കും, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരൊറ്റ തവണയായിരിക്കും ഫിജിക്കാർട്ടിന്റെ പ്ലാൻ കേട്ടിട്ടുണ്ടാവുക, അല്ലെ? ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ചിലപ്പോൾ 1-2 തവണ മാത്രമായിരിക്കും ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിലെ പ്ലാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത്, അതായത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ബിസിനസ് പ്ലാൻ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസിന്റെ പ്ലാനാണ്. അതായത് നിങ്ങളുടെ ആവശ്യവും കമ്പനിയുടെ പ്ലാനും, ഇത് രണ്ടും കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസിയാ. ഇപ്പൊ ഇവിടെ കാണുന്ന കമല മാം ഉണ്ട്. കമല മാമിന്റെ ആവശ്യം ഒരു വീടാണ്. ഒരു 35 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കമല മാഡത്തിന് ഒരു പുതിയ വീട് ഉണ്ടാക്കാം എന്നാണെങ്കിൽ, കമല മാം ഈ 35 ലക്ഷം ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ ഏത് പൊസിഷൻ എത്തുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്, അല്ലെ? അപ്പൊ എല്ലാ ആളുകൾക്കും കമ്പനിയുടെ ബിസിനസ് പ്ലാൻ ഒരുപോലെയാ. ഇന്ന് നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ പോസിറ്റീവാണ് മാർക്കറ്റ് ഫിജിക്കാർട്ടിനെ സംബന്ധിച്ചോളം, അല്ലെ? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി രണ്ടാമത് നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ട്, അല്ലെ? എന്താണ് ആ സിസ്റ്റം? മിനിമം പ്ലാനിൽ നമുക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ അറിയുക എന്നുള്ളതാണ്. അപ്പൊ ആരെ ഇൻവൈറ്റ് ചെയ്യണം, ആരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം, ആരായിരിക്കണം നമ്മുടെ കൂടെ ഈ ബിസിനസ്സിൽ വരേണ്ടത്, അല്ലെ? ഇത് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. വിജയിന്റെ ഒരു ഡയലോഗ് കേട്ടിട്ടില്ലേ, അല്ലെ? നിലച്ചിടത്തിലേക്ക് കിടച്ച വണ്ടിയിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അല്ലെ? നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിചാരിക്കുന്ന സമയത്ത് എത്താൻ പറ്റില്ല. അതിന് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കണം, ഏത് ആളുകളോട് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എപ്പോ സംസാരിക്കണം, അല്ലെങ്കിൽ എന്താണ് അവരോട് പറയേണ്ടത്, അവർക്ക് എന്താണ് ഫിജിക്കാർട്ടിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുക, ഈ കൃത്യമായ ഈ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും. അവരെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ വീണ്ടും പറയാം, ഏത് വ്യക്തികളാണ് എൻ്റെ കൂടെ വരേണ്ടത്,
അവരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം, ഏത് മെത്തേഡിലാണ് അവർക്ക് ഈ ഒരു ബിസിനസ് അവരുടെ കയ്യിലേക്ക് എത്തിക്കേണ്ടത്, അത് ആരെ ഇനിയിപ്പോ നമ്മൾ ചിലപ്പോൾ അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും വേണമെങ്കിൽ അവരെയും കൂടെ കൂട്ടിന് പിടിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ എങ്ങനെ അവർക്ക് എന്താണ് കിട്ടുക, നമുക്ക് എന്താണെന്ന് കിട്ടുക എന്നുള്ളതല്ല. ഇവിടെ ഞാൻ കാണുന്ന എന്താണ് നസീമ മാഡം ഉണ്ട്. നസീമ മാഡം ഈ ബിസിനസ്സിൽ വന്നാൽ നസീമ മാഡത്തിന് എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നസീമ മാഡത്തിനെ കാണാൻ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ നസീമ മാഡം വന്നു കഴിഞ്ഞാൽ എനിക്ക് ദുബായിലേക്ക് പോവാം, എനിക്കൊരു 2000 കിട്ടും, എനിക്ക് ലെജസിയുടെ ട്രോഫി വാങ്ങിക്കാം, അല്ലെങ്കിൽ എനിക്ക് ബോബി സാറിന്റെ കൂടെ ഇത് എടുക്കുക എന്നുള്ളതല്ല അല്ലെ. നമ്മൾ ഇന്നത്തെ ഒരു കാര്യം മാത്രം നോക്കിയിട്ടല്ല ഫിജിക്കാർ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത 6 കൊല്ലത്തേക്കാണെങ്കിൽ ഈ അടുത്ത 6 കൊല്ലവും എൻ്റെ കൂടെ എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പോകുന്ന കുറച്ച് ആളുകളെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള ബോധമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആവശ്യം അല്ലെ. അപ്പൊ റോട്ടിൽ കാണുന്ന ആളുകൾക്ക് നിങ്ങൾ പ്ലാൻ കൊടുക്കൂല, കൊടുക്കോ? ഈ ഇടയ്ക്ക് ഒരു 15 കോടിന്റെ ഒരു വീട് വിൽക്കാൻ വന്നു. 15 കോടിന്റെ ഒരു വീട്. ഈ 15 അപ്പൊ ഞാൻ 15 കോടിന്റെ വീടൊക്കെ ഉണ്ടോ, ഞാൻ ആദ്യമായിട്ട് വെക്കുക. അപ്പൊ എനിക്കൊരു കൗതുകം, ഒരു ക്യൂരിയോസിറ്റി. ഞാൻ ചോദിച്ചേ, ആ 15 കോടിന്റെ വീടിന്റെ വീഡിയോ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ 15 കോടിന്റെ വീഡിയോ അയച്ചു, അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നു. 2ാം നിലയിലേക്ക് കാറ് പോകുന്ന വീട്, കുറെ സിനിമകളിലൊക്കെ ഷൂട്ടിംഗ് ഉള്ള ഒരു വീടായിരുന്നു. ഈ വീടിന്റെ എക്സ്റ്റീരിയർ കണ്ടപ്പോ തന്നെ എന്റെ വയറ് നിറഞ്ഞു. പിന്നെ അതിന്റെ ഇന്റീരിയർ എന്ത് ചെയ്യണ്ട, കാണണ്ട. അപ്പൊ നമുക്ക് ഏകദേശം എക്സ്റ്റീരിയർ കാണുമ്പോ തന്നെ ഏകദേശം ഊഹിച്ചു എത്ര വലിയ വീടാണ്. അത്രയും വലിയ വീടാ, 15 കോടിന്റെ വീട് എന്നൊക്കെ പറയുന്ന സമയത്ത് എത്രയോ ബെഡ്റൂമുകൾ ഉണ്ടെന്നൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാത്റൂം എൻ്റെ ഒരു വീടിന്റെ വലിപ്പമുണ്ട്. അപ്പൊ ഞാൻ അത്രയും ആസ്തിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അപ്പൊ 15 കോടിന്റെ വീടൊക്കെ വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ആളും അത് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടില് ഉണ്ട് അല്ലെ, നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നമ്മള് ആലോചിച്ചോ, ഞാൻ 15 കോടിന്റെ വീട്, ആ വീട് നമ്മളാ വിൽക്കുന്നതെന്ന് വെച്ചോ, നമ്മൾ വേറൊരാൾക്ക് വിൽക്കാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിലുള്ള എത്ര ആളുകൾക്ക് അത് വാങ്ങാൻ പറ്റും? പറ്റില്ല അല്ലെ. ഈ 15 കോടിയുടെ വീട് വാങ്ങാൻ പറ്റിയ ആളുകൾ ആരൊക്കെയായിരിക്കും? ഒന്ന് ആലോചിക്കുക. ആർക്കൊക്കെ വാങ്ങിക്കാം? ചിലപ്പോ ലുലുയുടെ MDക്ക് വാങ്ങിക്കാം, ബോച്ചയ്ക്ക് വാങ്ങിക്കാം, കല്യാണരാമന് വാങ്ങിക്കാം, അംബാനിക്ക് വാങ്ങിക്കാം അല്ലെ. ലിസ്റ്റ് വരുന്നത് കണ്ടോ? നമ്മുടെ നാട്ടിൽ ഏറ്റവും പൈസ ഉള്ള ആളാരാണോ അവർക്ക് ചിലപ്പോ വാങ്ങിക്കാം അല്ലെ. ഇവിടെ മറ്റേ നമ്മളെ കാളയൂട്ടൊക്കെ നടത്തുന്ന ഒരാളുണ്ട് മലപ്പുറം ജില്ലയില് അല്ലെ, അവർക്കൊക്കെ വാങ്ങിക്കാം. കാരണം ഒരു എന്താണ് കാളക്കുറ്റന് തന്നെ എത്രയോ വില, ഒരു കോടിയുടെ ഒക്കെ വിലയുള്ള കാളക്കുറ്റൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അങ്ങനെ മറ്റേ വേറെയും കുറെ ആൾക്കാർ, ഞാൻ പേര് പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് വാങ്ങിക്കാം. നമുക്ക് ലിസ്റ്റ് ഇടാൻ പറ്റുന്നുണ്ട് അല്ലെ. ആർക്കൊക്കെ ആ സാധനം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു കാള മുഹമ്മദ്, അതന്നെ, ആർക്കൊക്കെ അത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഊഹം നമുക്ക് വന്നു അല്ലെ. നമുക്ക് ലിസ്റ്റ് വന്നു അല്ലെ. കാരണം നമുക്കത് വിൽക്കണം അല്ലെ. അപ്പൊ 5 കോടിയുടെ വരുമാനം തരുന്ന ബിസിനസ് ഫിജിക്കാട്ട്, അതിൽ അത്യാവശ്യം പണി ഉണ്ടാവും അല്ലെ. അതിൽ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു 5-6 കൊല്ലം നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ ലിസ്റ്റ് വേണ്ടേ? വേണോ വേണ്ടേ? ഈ 15 കോടിയുടെ വീട് ഞാൻ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ദാമോദരേട്ടനോ ഇപ്പുറത്തിരിക്കുന്ന ചന്ദ്രേട്ടനോ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആ 15 കോടിയുടെ വീട് വിൽക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. അപ്പൊ ഈ സാധനം 5 കോടി ആസ്തി തരാൻ പോകുന്ന ഫിജിക്കാട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം നമ്മൾ ഇതേപോലെ തൊട്ടപ്പുറത്തിരിക്കുന്ന അന്തവും കുന്തും ഇല്ലാത്ത വെല്ലുമിച്ചിക്കും, അല്ലെങ്കിൽ ഇതെന്താന്ന് പോലും അറിയാത്ത ആൾക്കാരോട് പോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കുവോ? നടക്കില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? ആദ്യം ലിസ്റ്റ് വേണം. എന്തിന്റെ ലിസ്റ്റ് വേണം?
ആരൊക്കെ ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇവിടെ കാണുന്ന റോസമ്മ ചിലപ്പോൾ നാളത്തെ NSTM ആവാം. ഇവിടെ കാണുന്ന സബീന മാഡം നാളത്തെ NSTM ആവാം. ഇവിടെ കാണുന്ന സീനത്ത് മാഡം നാളത്തെ NSTM ആവാം, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ കഴിവുണ്ടെന്ന് നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഊഹക്കച്ചവടം നടത്താൻ പറ്റും, അല്ലെ? അതിന് നമുക്ക് എന്ത് വേണം? ലിസ്റ്റ് വേണം. അതായത് നമ്മൾ ഈ ലിസ്റ്റ് ഇടുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ മറന്നു പോവാതിരിക്കാൻ. നമ്മൾ ആരോടൊക്കെ ഈ ബിസിനസ് അവസരം കൊടുക്കണമെന്ന് മറന്നു പോവാതിരിക്കാനാണ് നമ്മൾ ഈ ലിസ്റ്റ് ഇടുന്നത്. ഈ ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഉണ്ടാവണം. ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, നമ്മുടെ അച്ഛൻ ഉണ്ടാവണം, അമ്മ ഉണ്ടാവണം, സഹോദരങ്ങൾ ഉണ്ടാവണം, കസിൻസ് ഉണ്ടാവണം, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവണം, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ചിലപ്പോൾ ഒരു 10ഓ 20ഓ കൊല്ലം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ, ഇനിയിപ്പോ ഇങ്ങടെ പഴയ കാമുകിയോ കാമുകനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ദരിദ്രത്തിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ബിസിനസ് അവസരമാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറെ അവസരങ്ങളല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആഡ് ചെയ്യാം, അല്ലെ? നമ്മുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇനി നമ്മളൊരു ഏജ് കുറവായിട്ടുള്ള ആളാണെങ്കിൽ, ഒരു 18 മുതൽ 25 വയസ്സിന് മീതെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് മീതെയുള്ള ആളുകൾ എന്ത് ചെയ്യാം, അവിടെ എന്ത് ചെയ്യാൻ കൊടുക്കാം. ഇതുവരെ പറഞ്ഞതൊന്നും കേട്ടില്ല, ഈ പറഞ്ഞത് മാത്രം കേട്ടിട്ട് അവിടെ ചിരിക്കുന്ന സ്മൈലി ഇട്ട് കണ്ട. ഇതുവരെ പറഞ്ഞതൊന്നും നമ്മൾ ആരുടെയും തലയിലും കയറിയില്ലല്ലോ. കാമുകന്റെയും കാര്യം പറഞ്ഞപ്പോ അത് മാത്രം കത്തി, ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്തിട്ടില്ല, കത്തിയിട്ടില്ല, അല്ലെ? അപ്പൊ ലിസ്റ്റ് ഇടുന്ന സമയത്ത് അത് പറഞ്ഞപ്പോ അവിടെ മാത്രം എല്ലാവർക്കും ക്ലിക്കായി. അതിന് പിന്നെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടി വന്നില്ല, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ കിടന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അവിടെ, അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ഏജ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ, അല്ലെ, ഏജ് കുറവുള്ള ആളുകളിൽ എന്ത് ചെയ്യാം, ലിസ്റ്റ് ഇടുക, അല്ലെ? നമ്മുടെ 70 വയസ്സിന് മീതെയുള്ള എല്ലാ ആളുകളെയും നമ്മൾ ലിസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. 30-ലുള്ള ആളുകൾ ഉണ്ടാവണം, 40-ലുള്ള ആളുകൾ ഉണ്ടാവണം, 18-ലുള്ള ആളുകൾ ഉണ്ടാവണം, അല്ലെ? 18 വയസ്സിലുള്ള കുട്ടികൾക്കൊക്കെ പ്രസന്റേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ, അവരുടെ അച്ഛനമ്മമാരോട് പോയി ചോദിച്ചിട്ട് അവര് പറ്റൂല എന്ന് പറയില്ലേ എന്ന് വിചാരിക്കരുത്. കാരണം ഇന്ന് നമ്മൾ ജീവിച്ച പോലെയല്ല 18ഉം 17ഉം 16ഉം വയസ്സിലുള്ള പിള്ളേര് ജീവിക്കുന്നത്. അവർക്ക് വേണ്ട പൈസ ഉണ്ടാക്കാൻ അവർ പല സ്ഥലങ്ങളിൽ കാറ്ററിംഗ് ആയിട്ടും അല്ലാതെയും ഒക്കെ പോയിട്ട് ഐഫോണും കൊണ്ട് നടക്കുന്ന പിള്ളേരാണ് ഇന്ന് കൂടുതലും. അതുകൊണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെറിയ ഏജിലുള്ള ആളുകളെ എന്നേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, പറയുള്ളൂ. കാരണം എല്ലാ ആളുകളും നമ്മൾ ജീവിച്ച ഒരു ലൈഫ് സ്റ്റൈലിലല്ല മിക്ക ആളുകളും എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ആളുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കുക. ചിലപ്പോൾ ഒരു 100 പേരായിരിക്കാം, 200 ആയിരിക്കാം, 300 ആയിരിക്കാം, 400 ആയിരിക്കാം, 500 ചിലപ്പോൾ 1000 ആളുകളുടെ ലിസ്റ്റ് ഉള്ള ആളുകളും ഉണ്ടാവും. ഇട്ടോടുക, അതെ വ്യക്ത. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് 1000 ആളുകളുടെ പേര് എഴുതാമെന്ന് ഞാൻ പറയില്ല. ഇന്ന് നിങ്ങൾക്ക് ഒരു 20 ആളുടെ പേര് എഴുതാൻ പറ്റില്ല, ഇന്ന് 20 എഴുതുക. നാളെ നിങ്ങൾ ഒരു 50 ആളുടെ പേര് ആ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 50 ആളുടെ ലിസ്റ്റിൽ ഇടുക. പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കണം, ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഈ ലിസ്റ്റിലുള്ള എല്ലാ ആളുകളോടും ഫിജിക്കാട്ട് പറയണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാള മുഹമ്മദ് ഉണ്ടാവും. അവിടെ പോയിട്ട് ഫിജിക്കാട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ആ വ്യക്തി എടുക്കൂല, അല്ലെ? അപ്പൊ അവിടെ പോയിട്ട് ഫിജിക്കാട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിസ്റ്റിലുള്ള അയാൾക്ക് ഒരു 27,000 30,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാളയ്ക്ക് ഫുഡ് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇയാൾക്ക് എന്താ ഫിജിക്കാട്ട് ഇവിടെ ജോയിൻ ചെയ്താൽ പറ്റൂലേ എന്ന് പറഞ്ഞു ചോദിച്ചാൽ അയാൾ ചോദിക്കും, എൻ്റെ കാളക്കുട്ടിക്ക് കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടോ ഫിജിക്കാട്ടിന്റെ അകത്ത് നയിക്കും, അല്ലേ? അവരുടെ ആവശ്യം അതായിരിക്കും ചോദിക്കുക. അപ്പൊ അങ്ങനെയല്ല ഈ ലിസ്റ്റിനകത്ത് ഏരിയ വൈസ് തിരിക്കാം, ഏജ് വൈസ് തിരിക്കുക, ഇനി ആവശ്യങ്ങൾ അനുസരിച്ച് തിരിക്കാം. ചിലപ്പോ നല്ല കടമുള്ള ആളുകൾ ഉണ്ടാവും, എടുക്കാൻ 1000 രൂപ പോലും ഇല്ലാത്ത ഒരാളോട് പോയിട്ട് ഫിജി കാർഡിന്റെ പ്ലാന് മൊത്തം പറഞ്ഞ് നിനക്ക് കോടികൾ സമ്പാദിക്കാം, നീ വാ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വന്നിട്ടേ നിങ്ങൾ അടുത്ത ആളോട് പ്രസന്റേഷൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളും അയാളും നിന്ന നിപ്പിൽ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ അയാൾക്ക് ഒരു 1000 രൂപ പോലും എടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് പോയിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടാവും അങ്ങനെ എന്ത് ചെയ്യാൻ, രക്ഷപ്പെടുത്താൻ. പക്ഷെ അതിന് അവരും കൂടി മെനക്കെട്ടാലാണ് എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ.
അവര് മെനക്കെടാതെ നീ പൈസ എടുക്ക എന്നിട്ട് ഞാൻ വരാം എന്ന് പറയുന്ന സമയത്ത് ആ പൈസയും കൊടുത്ത് പിന്നെ അവര് ഫോണും എടുത്തില്ല, വീടും പൂട്ടി, പിന്നെ ഇവരെയും തപ്പിപ്പോയി, പിന്നെ കെട്ടിയോന്റെന്നും ചീത്ത കിട്ട്, ഭാര്യന്റെന്നും ചീത്ത കിട്ട്, അമ്മന്റെന്നും ചീത്ത കിട്ട്. ഫിജി കാർഡ് ചെയ്യണ്ട. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ബാധ്യതയുള്ള ആളുകളുണ്ട് ല്ലേ? അപ്പൊ ബാധ്യതയുള്ള ആളുകള് നമുക്ക് അറിയാൻ പറ്റും ല്ലേ? കുറച്ചൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളുകളാണ് ല്ലേ? എങ്ങനെയുള്ള ആളുകളോട് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഒരു ഏരിയ വൈസ്, അപ്പൊ ഇന്ന് ഇപ്പോ ഞാൻ കോങ്ങാട് വഴിയാ പോകുന്നത്. ഇപ്പൊ എന്റെ ഒരു ലിസ്റ്റില് കോങ്ങാടില് ഒരു 4-5 പേര് എനിക്ക് ഈ ബിസിനസ് പ്രസന്റേഷൻ കൊടുത്താൽ കൊള്ളാം എന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ആളുകളൊക്കെ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കും ല്ലെ? അപ്പോഴാണ് നമ്മൾ ഇൻവിറ്റേഷൻ എന്ന് പറയുക ല്ലെ? ഇൻവിറ്റേഷൻ. അതിൽ ഒരാള് ടീച്ചറാണ്, ഒരാള് വീട്ടമ്മയാണ്, ഒരാൾ ഒരു തുണിക്കടയിൽ നിൽക്കുന്ന ഒരാളാണ്, വേറെ 2 പേര് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, പക്ഷെ അവരവിടെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. ഇങ്ങനെ ഒരു 5 ആളാണ് എനിക്ക് കോങ്ങാട് ഏരിയയിൽ കൊടുക്കാനുള്ളത് ല്ലേ? അപ്പൊ ഞാന് ഇന്ന് ചൊവ്വാഴ്ചയാ, ടീച്ചറെ കാണാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ ഈ വീട്ടമ്മമാരായിട്ടുള്ള 3 ആളെ കാണാനുള്ള സാധ്യത നമുക്കുണ്ട് ല്ലേ? അപ്പൊ നമുക്കൊന്ന് ഇവരെ വിളിച്ചു ചോദിച്ചിട്ട് എന്ത് ചെയ്യാം? പോവാൻ പറ്റും ല്ലേ? അപ്പൊ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഞാനൊരു ബിസിനസ്സിൽ ചേർന്നിട്ടുണ്ട്, നിന്റെ ബിസിനസ്സിൽ ചേർത്താൻ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അത് നീ കേൾക്കണം, കുറച്ച് പൈസ എടുത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇല്ലേ, അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമാണേ, ഞാൻ പോയിട്ട് എപ്പോഴാ വരികയെന്നറിയില്ലേ എന്ന് പറയും. രാത്രി നമ്മൾ 8 മണിക്ക് വിളിച്ചാലും പറയും ഞാൻ ഹോസ്പിറ്റലിലാണ് എന്ന് ല്ലേ? ഈ അനുഭവമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ പൊട്ടത്തരം ചെയ്ത ആരാ? നമ്മൾ കൊടുത്ത ഇൻവിറ്റേഷൻ ല്ലേ? പകരം നമ്മളൊരു നാളെയാണ്. ഇതില് രസം എന്താ വെച്ചാല് രാവിലെ എഴുന്നേറ്റ് 7 AM കഴിഞ്ഞിട്ടാ തീരുമാനിക്കുക ഞാൻ ഇന്ന് ഏത് സ്ഥലത്ത് പോണെന്ന്. വെറുതെ ഇരിക്കുകയാണ്, എന്നാ ഞാൻ ഇങ്ങോട്ട് കോങ്ങാട് പോയാലോ, അവിടെ ഒരു 5-6 ആളുണ്ടല്ലോ എന്നും പറഞ്ഞ് കോങ്ങാട് അവിടെ എത്തിയ ശേഷമാണ് ഇവരെന്ത് ചെയ്യുക? വിളിച്ചു ചോദിക്കുക നിങ്ങൾ അവിടെ ഉണ്ടോ? അപ്പൊ 5 ആൾ 5 വഴിക്ക് പോയിട്ടുണ്ടാവും. ഇന്നത്തെ വർക്ക് കഴിഞ്ഞു, തിരിച്ചു വീട്ടിലേക്ക് വരാം. അങ്ങനെയല്ല, തലേ ദിവസം നോക്കുക ഇതിൽ ആരൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അവിടെ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ടീച്ചറാണോ, ടീച്ചർ നാളെ ഉണ്ടോ, ടീച്ചർ എത്ര മണിക്കാണ് ഉണ്ടാവുക, എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു, എനിക്കൊരു അഭിപ്രായം കിട്ടാനായിരുന്നു, അതിനു വേണ്ടിയിട്ടൊന്ന് ടീച്ചറെ എനിക്കൊന്ന് പേഴ്സണലി കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ കേൾക്കും. എന്നാ വരൂ എന്ന് എന്ത് ചെയ്യും? പറയും. പകരം ടീച്ചറെ ഇങ്ങക്ക് സാലറി കുറവല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയും കൊണ്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, വരണ്ട മോളെ, ഇന്ന് എനിക്ക് ഓവർ ടൈം ആണ്, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളെയും കൂട്ടി വേറൊരു സ്ഥലത്ത് പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്, ഞാൻ വീടെത്തുമ്പോ രാത്രിയാവും പറയും അല്ലേ? അല്ലെങ്കിൽ ഇതും കൊണ്ടൊന്ന് ഇങ്ങോട്ടേക്ക് വരണ്ട, എന്റെ ഹസ്ബൻഡ് ചീത്ത പറയും, അങ്ങേര് ഭയങ്കര ടെററാണെന്ന് പറയും. ചിലപ്പോ അങ്ങേര് അവിടെ ഒരു പാവം പിടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുന്ന, അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ല്ലേ? അപ്പൊ ഇങ്ങനെ ഇൻവിറ്റേഷൻ കൊടുക്കരുത് ല്ലേ? ഇൻവിറ്റേഷൻ കൊടുക്കാൻ ഒരു 6 മെത്തേഡ് ഉണ്ട്. നമുക്ക് ഏറ്റവും അടുത്ത ആളുകൾ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ സ്ഥിരം ജോലി ചെയ്യുന്ന ഒരാളോ, അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ഉണ്ടാവും ല്ലേ? അവരോട് നമുക്ക് ഡയറക്റ്റ് പറയാം, എടാ ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസിന്റെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഞാനത് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, നീയും കൂടി ഒന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നീയും കൂടി കട്ടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ചത് ചെയ്യാമായിരുന്നു, ഇതൊന്ന് കേക്ക്, അല്ലെങ്കിൽ എനിക്ക് നിന്നോടാണ് ഇതിന്റെ ഒരു അഭിപ്രായം ചോദിക്കേണ്ടത് എന്ന് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാൻ പറ്റുന്ന കൂട്ടുകാരനോ കൂട്ടുകാരിയോ കസിനോ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സ്വന്തം വീട്ടിലാണ് പ്രസന്റേഷൻ കൊടുക്കണ വെച്ചോ, നമ്മുടെ ഏറ്റവും അടുത്ത കോണ്ടാക്ട് ആണ് അല്ലെ, വീട്ടിലെ അനിയനും ഒക്കെ. അവിടെ പോയിട്ട് അനിയനോട് പോയിട്ട് നമുക്ക് ഇൻഡയറക്ട്ലി എന്ത് കൊടുക്കാൻ പറ്റില്ല? ബിസിനസ് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? എടാ എനിക്കൊരു കാര്യം പറയട്ടെ, നീ ഇങ്ങോട്ട് വാ. അങ്ങനെ നമുക്ക് പറയാ, ഇത് നോക്ക് ഞാൻ ഈ ഒരു സാധനം കണ്ടു, എന്റെ കൂട്ടുകാരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ അനിയൻ, എന്റെ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിൽ ഐഡിയ അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ലതാന്ന് തോന്നി, നീയും കൂടി കേട്ടിട്ട് നീയും കൂടി ഒന്ന് ഐഡിയ അടിക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്. അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കാം. അതല്ലാത്ത ഇൻവിറ്റേഷൻ ഉണ്ട്, അതല്ലാത്ത ആളുകളുണ്ട് അല്ലെ? ചിലപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ടീച്ചർ, അല്ലെങ്കിൽ ഒരു വക്കീല്, അല്ലെങ്കിൽ ഇതല്ലാത്ത പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് നമുക്ക് അഭിപ്രായം ചോദിക്കാനേ പറ്റുള്ളൂ. നിങ്ങളുടെ അടുത്തുള്ള ഒരു കൗൺസിലർ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു എൽസിക്ക് നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ കൊടുക്കണം, തീരെ സമയമില്ലാത്ത ഒരാളാണ്,
സമയമില്ലാത്ത ഒരാളെ വഴിയിൽ റോട്ടി പിടിച്ചു നിർത്തിയിട്ട് ഒരു 5 മിനിറ്റ് മതി, ഇത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കൈയും കാലും പിടിച്ച് അവിടെ നിർത്തിയിട്ട് ഫിജിക്കാരന്റെ പ്ലാൻ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ജോയിനിങ്ങും വരൂല. എന്ന് മാത്രമല്ല, മൂപ്പരെ കൊണ്ട് ആരെയൊക്കെ മുടക്കാൻ പറ്റും അവരെയൊക്കെ മുടക്കി നിങ്ങളുടെ കയ്യിൽ തീരുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ വീട്ടിലുണ്ടോ, എനിക്കൊരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കാനുണ്ട്, എനിക്കിതൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു അപ്ലൈൻ ലീഡറേയും കൊണ്ടാണ് നിങ്ങൾ ആ ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കാൻ പോകുന്നതെങ്കിൽ അവിടെ കേൾക്കാൻ അവരവിടെ എന്ത് ചെയ്യും, തയ്യാറാവും. അതായത് ആദ്യത്തത് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് പറയാൻ പറ്റുന്ന ആളുകൾ. രണ്ടാമത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലിസ്റ്റിലിട്ട ആളുകളെ ഒപ്പീനിയൻ ചോദിക്കാൻ പറ്റുന്ന ആളുകൾ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു അമ്മാവനാണ്, അമ്മാവനോട് ഡയറക്റ്റ് പോയി പറയാൻ പറ്റില്ല. ആൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും, ചിലപ്പോൾ ആള് സ്ഥലത്തെ പ്രധാന ഒരാളായിരിക്കും. അവിടെ പോയിട്ട് നമുക്ക് അഭിപ്രായം ചോദിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ബിസിനസിനെ കുറിച്ച് അമ്മാവൻ എന്താ അഭിപ്രായം, എൻ്റെ കൂടെ ഒന്ന് പാലക്കാട് BOP-യിലേക്ക് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ വയനാട് BOP-യിലേക്ക് വരാൻ പറ്റുമോ, അതോ അല്ലെങ്കിൽ പാണ്ടിക്കാട് BOP-യിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമേ എന്ത് ചെയ്യാൻ പറ്റൂ, ചോദിക്കാൻ പറ്റുള്ളൂ അല്ലെ. രണ്ടാമത്തത് നമുക്ക് ചില ആളുകൾ ഉണ്ടാവും സസ്പെൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ പൊട്ടിത്തെറിച്ച് ഫ്രണ്ട്സ് അല്ലെ, അവരോട് എടി ഒരു സംഭവം ഉണ്ട് ഞാൻ പറയാം അല്ലെ, ഒരു സംഭവം ഉണ്ട് ഞാൻ പറയാം, നീ ഞായറാഴ്ച ഒഴിവുണ്ടോ, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറ്റുമോ, ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളേ ഉള്ളൂ അല്ലെ. അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യില്ല, വരില്ല എന്ന് മാത്രമല്ല നമ്മളെയും കൂടി എന്ത് ചെയ്തു തരും, കട്ട നെഗറ്റീവ് പഠിപ്പിച്ചു തരും അല്ലെ. അപ്പൊ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, സസ്പെൻസ് കൊടുത്തു കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളുണ്ട്. അവർക്ക് ആ ലെവലിൽ തന്നെ എന്ത് കൊടുക്കണം, ഇൻവിറ്റേഷൻ കൊടുക്കണം അല്ലെ. ചില ആളുകൾക്ക് നമ്മൾ വിജയിച്ച ശേഷം പോയിട്ടേ പ്രസന്റേഷൻ കൊടുക്കാൻ പറ്റൂ അല്ലെ. ചില ആളുകൾക്ക് നമ്മൾ വിജയിച്ച ശേഷം പ്രസന്റേഷൻ കൊടുക്കാൻ പറ്റൂ. ആ കാറ്റഗറി പെട്ട ഒരാളായിരുന്നു നിന്റെ അനിയൻ. എൻ്റെ അനിയനോട് ആദ്യമേ കയറി പറഞ്ഞാണെങ്കിൽ അവനെ വീട്ടിൽ മൊത്തം കൊളാക്കി തരുമായിരുന്നു. ഞാനൊരു പൊസിഷൻ എത്തിയ ശേഷമാണ് ആ ചെങ്ങായിനോട് പോയി പറഞ്ഞത്, അതെ ഞാൻ ഇത്ര പൈസ വാങ്ങിയിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഇത് കേൾക്കാം, നിന്റെ കുറച്ച് ഫ്രണ്ട്സിനും കൊടുക്കാം, വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ആ ലിങ്ക് അയക്കി. ഇങ്ങനെ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് അല്ലെ. അപ്പോ അവർക്ക് അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വിജയിച്ച ശേഷം, ഇപ്പൊ നമ്മൾ വിജയിക്കുന്നതിന് മുന്നേ ഇന്ന ആൾക്ക് ഇഷ്ടം പോലെ കോണ്ടാക്ട് ഉണ്ട് മാഡം, അയാളൊന്ന് വന്ന് കിട്ടിയാ ഞാൻ സെറ്റ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ അയാൾ കൊണ്ടുവരുന്ന ആളുകളെയും പ്രതീക്ഷിച്ച് നോക്കി നിൽക്കുന്ന ആളുകൾ, അയാൾ വന്നിട്ടേ ഞാൻ എന്ത് ചെയ്യൂ അടുത്ത വർക്ക് എടുക്കൂ എന്ന് പറയുന്ന ആളുകൾ, അവര് വന്നോട്ടെ. ഈ ഒരുപാട് കോണ്ടാക്ട് ഉള്ള ആളുകളുടെ പ്രത്യേകത എന്തറിയോ, അവരെ നെഗറ്റീവ് പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ ആളുകളാ. അവരെ നെഗറ്റീവ് പഠിപ്പിക്കാനും അവർക്ക് അഭിപ്രായം ചോദിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളും വരും അല്ലെ. ഇനി അടുത്ത ഒരാളുണ്ട്, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുണ്ട്, അപ്പോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, ബോബി സാറ് ജനിക്കുന്നതിന് മുന്നേ ഉള്ള കഥ അടക്കം പറഞ്ഞു തന്ന വ്യക്തികളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോൾ നമ്മളെക്കാൾ കൂടുതലായിട്ട് ഫിജിക്കാട്ട് അന്വേഷിച്ച് അതിന്റെ മുക്കും മൂലയും നെഗറ്റീവും പോസിറ്റീവും എല്ലാം അന്വേഷിച്ച് നമ്മളോട് വന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ പറയും, കുഴപ്പമൊന്നുമില്ല പക്ഷെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലാണ് എന്ത് എനിക്കൊരു ഡൗട്ട്, പണ്ടേ ഇതൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവര് പറയുന്ന ഓരോ ഒബ്ജക്ഷനും കൃത്യമായിട്ട് അതിനുള്ള ഉത്തരങ്ങളും വെൽ പ്രിപ്പറേഷനും നിങ്ങൾ ചെയ്ത് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് അതിന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് ഒരാൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾ കൊടുക്കുന്ന ഓരോ പ്രസന്റേഷനും സെയിലിലേക്ക് കൺവേർട്ട് ആവും. ഇവിടെ അതിന് പകരം ചെയ്യുന്ന വേറെ കുറച്ച് ബുദ്ധിയുള്ള ആളുകളുണ്ട്, ലിസ്റ്റ് ഒന്നും ഇടൂല. നമ്മളിങ്ങനെ നോക്കിയാൽ ഇയാൾ ഫിജിക്കാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഏതോ ഒരു നാട്ടുകാരനാ, ചിലപ്പോൾ ബസ്സിൽ ഇരിക്കുന്നുണ്ടാവും, അയാൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോവുമായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ ജപ്തി നോട്ടീസോ വന്നിട്ടോ അല്ലെങ്കിൽ ജപ്തിയുടെ കാര്യങ്ങൾ ഇതാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടെൻഷനിൽ ഇങ്ങനെ പോവുമായിരിക്കും. അപ്പൊ തന്നെ എന്ത് ചെയ്യും, പോവും വരും എന്ന് പറഞ്ഞ് പിടിച്ചു പ്ലാൻ ബുക്ക് ബസ് തന്നെ അങ്ങോട്ട് എടുത്തു കൊടുത്തു. എന്നിട്ട് പറയും ഞാൻ കുറേ ആളുകളോട് പറഞ്ഞു ആരും എന്ത് ചെയ്യില്ല, വന്നില്ല, വരില്ല. ഇങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ വരില്ല. ഇന്ന് കണ്ട ആൾക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്തു, പ്ലാൻ കൊടുത്തു. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി വീടെത്തുന്നതിന് മുന്നേ പ്ലാന് പറഞ്ഞു കൊടുത്തു, എല്ലാം കഴിഞ്ഞു, ഫോൺ നമ്പറും വാങ്ങിച്ചു. പിന്നെ വിളിച്ചാലും ഫോൺ എടുക്കില്ല, ജമ്മൻ ചെയ്ത് നിങ്ങൾ വീട്ടിൽ പോയാലും വാതിൽ ഉറക്കൂല.
അല്ലെ? ഇതിൽ വേറെ കുറച്ച് ആളുകളുണ്ട്, ചാറ്റ് ചെയ്ത് ബിസിനസ് അല്ലാത്ത എല്ലാ ചാറ്റിങ്ങുകളും നടത്തുന്ന വീരന്മാരും വീരത്തികളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതൊന്നല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ, ചിലപ്പോൾ പുതുതായിട്ട് കാണുന്ന ഒരു പരിചയപ്പെടുന്ന ഒരാള് ചിലപ്പോൾ ഒരു 3 മാസമോ 6 മാസമോ എടുക്കും ഈ ബിസിനസ് നമ്മളോട് ചോദിക്കാൻ. എനിക്ക് നസീമ മാഡത്തിനെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണാം. നസീമ മാഡത്തിനോട് ഞാൻ ഇന്ന് തന്നെ പോയിട്ട് ഫിജി ഗാർഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ, നസീമ മാഡത്തിന് ഞാനൊരു സ്ട്രേഞ്ചറാ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുക, നസീമ മാഡം ഉടനെ തന്നെ എൻ്റെ കൂടെ വരുമോ? ഇല്ല. ചില ആളുകൾ വരും, പക്ഷെ 90% ആളുകൾ എന്ത് ചെയ്യില്ല, വരില്ല. പകരം ഞാനും നസീമ മാഡം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി, ഞങ്ങളെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ ചോദിച്ച് അതിന് കഴിഞ്ഞ ശേഷം നസീമ മാഡം എന്തെങ്കിലും ഒരു പരാതിയോ പ്രശ്നമോ പറയുന്ന സമയത്ത് അന്ന് പറയാതെ പിന്നെ ഒരു ദിവസം ഞാൻ നിന്നോട് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫിജി ഗാർഡിന്റെ ബിസിനസ് പ്ലാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നസീമ മാഡം കേൾക്കാൻ തയ്യാറാവും, അല്ലെ? നസീമ മാഡം വരും, അല്ലെ? അതായത് നമ്മൾ തുടക്കത്തിൽ അതൊരു സ്ട്രേഞ്ചർ ആയിരുന്നു, പിന്നീട് അത് നമ്മുടെ എന്ത് കോണ്ടാക്ട് ആയിട്ട് മാറും? നമ്മുടെ വാം കോണ്ടാക്റ്റിലോ ആയിട്ട് മാറും, അല്ലെ? ആ വാം സമയത്ത് സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്ന പോലെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് അല്ല, റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. ഇനി ഒരു പക്ഷെ നസീമ മാഡം പറയാണ്, ഞാൻ ഇത് കുറെ മുന്നേ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞാ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കിതൊന്നും ചെയ്യാൻ താല്പര്യമില്ലടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ നസീമ മാഡത്തോട് സംസാരിക്കാൻ പാടില്ല, ഹായ് എന്നും അയക്കരുത്, ഗുഡ് മോർണിംഗ് അയക്കരുത്, പിന്നെ എന്ത് ചെയ്യരുത്, മിണ്ടാനും പാടില്ല. അങ്ങനെയല്ല, അത് അവരുടെ തീരുമാനം. ഇന്ന് അവർക്കത് വേണ്ട, നാളെ അവർക്കത് ആവശ്യം വരും, അല്ലെ? അപ്പോ അവരുടെ തീരുമാനം റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നിനക്ക് പിന്നീട് എപ്പോ ഈ ഒരു ഏറ്റെടുക്കണം തോന്നുമ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുക, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയാ. നിങ്ങൾ ഇവിടെ ഉണ്ടാവണം കേട്ടോ. കാരണം എന്റെ അനുഭവം പറയട്ടെ, ഒരു 2 കൊല്ലം മുന്നേ ഫിജി ഗാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തില് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ലേഡി ഒരു പ്ലംബർക്ക് അവരുടെ വീട്ടിലെ പ്ലംബിംഗ് പണിക്ക് പോയ സമയത്ത് ഫിജി ഗാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം കൊടുത്തു. ഒരു 6 മാസക്കാലം ഈ ചെങ്ങായി ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവര് വിളിച്ചപ്പോൾ ഫോണൊന്നും എടുത്തിട്ടില്ല, പക്ഷെ ഇവരുടെ സ്റ്റാറ്റസ് ഒക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. പൈസ ഒക്കെ റെഡി ആക്കിയിട്ട് ഫിജി ഗാർഡിൽ ചേരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ട് വന്നപ്പോ ആ ലേഡി ഫിജി ഗാർഡ് നിർത്തി. കുഴപ്പമൊന്നുമില്ല, അവര് നമ്മുടെ ടീമിലുണ്ട്, പ്രശ്നമൊന്നുമില്ല, അവര് നേരത്തെ പണിയെടുത്തു, ഞങ്ങൾക്ക് ആ ചെങ്ങായിയെ കിട്ടി, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ആരോ പണിയെടുത്ത് വെച്ചതിന്റെ ഫ്രൂട്ട് ഞങ്ങൾ ഇവിടെ ഫിജി കാട്ടിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്തു, കൊണ്ടുപോയി. അപ്പോ നിങ്ങൾ ഇവിടെ ഇന്ന് നിങ്ങൾക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് കൊടുത്തിട്ടുള്ള പ്രസന്റേഷൻ ഞങ്ങൾ പിന്നീട് ലൈവായി നിൽക്കുന്ന ആളുകൾ ഞങ്ങളുടെ ടീമിലേക്ക് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ എപ്പോ വേണേലും ആർക്ക് വേണേലും ക്ലിക്ക് ആവാം. അപ്പൊ ഈ പറയുന്ന അവസരം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളല്ലേ നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ചിലപ്പോൾ നമ്മുടെ വൺ സൈഡ് ആയിരിക്കും മൂവ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി എത്തിച്ചുകൊണ്ട് ഈ ബിസിനസ് പഠിച്ചുകൊണ്ട് താഴെയുള്ള ആളുകളെ നല്ല റിലേഷൻഷിപ്പ്, ചിലപ്പോൾ നമ്മൾ റാങ്കിലേക്ക് കയറൂല, താഴെയുള്ള ആളുകളായിരിക്കും റാങ്കിലേക്ക് കയറുക. പക്ഷേ ആ റാങ്കിലേക്ക് കയറുന്ന സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ അണ്ടറിലുള്ള ആളുകളെയും പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ അതിനുള്ള വലിയ മനസ്സ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വൺ സൈഡ് വൺ പവറാ, പകുതി പണി അവിടെ കഴിഞ്ഞു, അല്ലെ? ഇനി ബാക്കി പകുതി പണിയെ എന്ത് ചെയ്യണ്ടു, നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെ? അപ്പുറത്ത് എപ്പോ വേണേലും ഇവരെക്കാൾ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ലിസ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ട് 100 ആളാണ് ലിസ്റ്റിലുള്ളെങ്കിൽ 100ാമത്തെ ആൾക്ക് പോലും പ്രസന്റേഷൻ കൊടുത്ത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ധൈര്യവും മനോബലവും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതി തരാം, 100% ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ എവിടെയാണ് പരാജയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി വഴി ഓടി തിരിച്ചോടും, പകുതി വഴി ഓടും, ഒരു 50 പേർക്ക് പ്രസന്റേഷൻ കൊടുക്കും, എന്നിട്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസും നിർത്തി ബിസിനസ് പറയണതും നിർത്തി തിരിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് ഓടും. അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു ബോധം വരും, അല്ലെങ്കിൽ അപ്ലൈൻ വിളിച്ച് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ വരും, അല്ലെ? അപ്പൊ നിങ്ങൾ വീണ്ടും കുറച്ച് പഴയ ഫോളോ അപ്പ് ഒക്കെ ഒന്ന് ചകഞ്ഞ് ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകളോട് വീണ്ടും പോയിട്ട് ഈ ബിസിനസ് പറയും, എന്നിട്ട് ഒരു 2 പ്രസന്റേഷനും കൂടി നടക്കും, വീണ്ടും തിരിച്ചെന്ത് ചെയ്യും, ഓടി
പിന്നിലേക്ക് തന്നെ എന്ത് ചെയ്യും വരും. പകരം അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലൊക്കെ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കി തരാനായിട്ട് വരും. അതല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ആളുകൾക്ക് പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പ്രസന്റേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ നമുക്ക് വരും അല്ലെ. അപ്പൊ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ ഞാൻ നേരത്തെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ നമ്മുടെ കൂടെ വരും എന്ന് പറയില്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ വലിയൊരു അവസരമാണ് ഇപ്പൊ നമ്മുടെ ലെഗസി പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ കുറെ ആളുകള് ആരെങ്കിലൊക്കെ കേറിക്കോട്ടെ, അവരുടെ ഫോട്ടോ വന്നൂല്ലേ, മറ്റവള് വന്നൂല്ലേ, ഇവൻ വന്നൂല്ലേ എന്നൊക്കെ പറഞ്ഞ് BOP കണ്ട അവര് വന്നോ ഇവരുടെ ഫോട്ടോ വന്നോ നോക്കി നിൽക്കാതെ അടുത്തൊരു 10-33 ദിവസം നമ്മുടെ ഫോട്ടോ അവിടെ വരാൻ വേണ്ടിയിട്ട് അടുത്തൊരു 33 ദിവസം മിനിമം ഒരു 33 ആളുകൾക്കെങ്കിലും കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെയുള്ള ഇൻവിറ്റേഷനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഒരു പക്ഷേ ഒരു 2 പേര് 100 അല്ലെങ്കിൽ 4 പേര് 50 അല്ലെങ്കിൽ 8 പേര് 25 നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം ഇവിടെ സെറ്റ് ആവുന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ബിസിനസ് അവസരത്തിൽ എപ്പോ വേണേലും ക്ലിക്ക് ആവാം അല്ലെ. ഒരു 200 പോയിന്റിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ബോബി സാറുമായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ തോതിലുള്ള വിജയങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ കൃത്യമായിട്ട് ഒരു 30 ദിവസം അടുത്തൊരു 30 ദിവസം ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് ചെറിയ വിജയങ്ങൾ അല്ലെ, ചെറിയ ഗോളുകൾ, ഏറ്റവും അടുത്തുള്ള കുഞ്ഞു ഗോളുകൾ അല്ലെ,